Hi guys, this is Ashish This is Avinash. and we are D Company. D Company. സ്വന്തം കമ്പനിയുടെ പേര് വരെ അല്ല ഞാൻ മറക്കുന്ന- വേറെ പറയാൻ വരികയായിരുന്നു. ആ. So we are back with another video, guys. ഓ ഫ്രഷ് Okay, നമ്മളിപ്പോ ഇന്ന് ബാക്ക് വിത്ത് എന്തായിരുന്നു? ബൈ ദ Today is Mammootty's birthday. മമ്മൂക്കാസ് ബർത്ത്ഡേ ആണ് ഇന്ന്. മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മളൊരു മാഷപ്പ് റിയാക്ഷൻ, ഒരുപാട് മാഷപ്പ് ഉണ്ട് അതിനകത്ത്. ബെസ്റ്റ് എന്ന് പറയാനായിട്ട് എല്ലാം മോണ്ണാനത് ബെസ്റ്റാണ്. നമ്മളെല്ലാം കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ കഴിഞ്ഞ വർഷം നല്ല അടിപൊളി, കഴിഞ്ഞ വർഷമല്ല, ലിൻഡോ കുര്യൻ്റെ ലിൻഡോ കുര്യൻ ഇട്ട വീഡിയോ. കാരണം ഇതിനു മുമ്പ് ലിൻഡോ കുര്യൻ്റെ പൃഥ്വിരാജിൻ്റെ പിന്നെ ലാലേട്ടൻ്റെ ഒക്കെ മാഷപ്പ് ചെയ്തതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. ഇപ്പം ഈ വർഷം ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് 3 minutes ഇട്ടത്. ഓക്കെ, നമുക്കത് റിയാക്ട് ചെയ്യാം. അത് റിയാക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലിൻഡോ കുര്യൻ്റെ തന്നെ ഇതിന് മുമ്പ് ഒരെണ്ണം ഇട്ടിട്ടുണ്ട് മമ്മൂക്കയുടെ. രണ്ട് വീഡിയോ ഒരു വീഡിയോക്കകത്ത് റിയാക്ട് ചെയ്യാൻ പോകുന്നു. കാരണം ഫസ്റ്റ് വീഡിയോ 3 minutes ഉള്ളൂ, സെക്കൻഡ് വീഡിയോ കുറച്ചുകൂടെ ഉണ്ട്. ലൈക്ക് നമുക്ക് രണ്ടും കാണാം. മമ്മൂട്ടിയുടെ പല ടൈപ്പ് ഓഫ് ആക്ച്വലി ലിൻഡോ കുര്യൻ്റെ എഡിറ്റ്സ് ഒക്കെ നല്ല എഡിറ്റ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ ബൈ ദ വേ ഇഫ് യു ആർ വാച്ചിങ് ലിൻഡോ കുര്യൻ, താങ്ക്സ് ഫോർ ദിസ് ആൻഡ് വി ആർ എഡിറ്റിംഗ്. ഓക്കെ, സോ വി ആർ റിയാക്ടിങ്. ഓക്കെ, സോ നമുക്ക് ലാഗ് അടുപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. യെസ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് കുറെ നാളായിട്ട് മിസ്സിംഗ് ആണ്. സമാനതകളില്ലാത്ത മമ്മൂട്ടി, എപ്പോഴും ഉദാഹരിക്കാൻ റോഷാക്ക്. പക്ഷെ മമ്മൂട്ടിക്ക് ഒരു ഉദാഹരിക്കാൻ ആരുമില്ല. മമ്മൂട്ടി തന്നെ. Look at what Mammootty sir is doing right now. Look at the films he's doing. And I thought, wow, ലിൻഡോ കുര്യൻ we are in for a treat. Always enthusiastic about giving new content. It's unbelievable what he's doing. ശരിയല്ലേ? ഡിഫറെന്റ് കണ്ടന്റ്. ഏജ് ഇപ്പൊ 73. For the biggest superstar. എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ How ഇരിക്കുന്നത്? many Hindi film അസൂയ actors do തോന്നുന്നില്ലേ? those kind of experiments? I have to mention this about him. I've worked with almost all the superstars. I think he's a real hero. അഭിനയം അടിപൊളി പടം. Afraid of an actor's teeth before. പോകാൻ അനുവാദമില്ല. Completely stunned. The way Mammootty stares into a mirror, it's a stunning scene rendered by a stunning actor. He can be an Anpagal Nerathu Mayakam in a village where, he becomes somebody else, and he can be that Kadal guy who's very quiet. But even at his younger peak, there was always a Vijayan or Amram. Ladies and gentlemen, ഓൾഡ് കാണിക്കണം. ഇവിടെ ഉണ്ടല്ലേ മാസ്റ്റർ ഓഫ് വേൾഡ്. 99 വയസ്സാനാലും എനിക്ക് ഏറ്റവും ഇഷ്ടം അറിയോ, കമ്മട്ടം. ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹം ചെയ്യുന്ന റോളുകൾ ചെയ്യാൻ പ്രാപ്തി. കഥാപാത്രങ്ങളുടെ ഒരുപാട് വേരിയേഷൻസ് അദ്ദേഹത്തിനുണ്ടാവും. മമ്മൂട്ടിയെ പോലുള്ള ഒരു ആക്ടർക്ക് നല്ല റേഞ്ച് ഉണ്ട്. This man can do anything. He has done everything. Short lap view அந்த emotion convey பண்றது. ഞാൻ കണ്ടിട്ടേ ഇല്ല. ജോസഫ് ലാബിൻ ഞാൻ കുറെ മൂവീസ് ആണ്. ഞാനിതൊന്നും പഴയതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു 1000 അടി താഴേക്ക് കുടിച്ചു നിന്നാലും അഭിനയ സമൃദ്ധമായ ഭൂമിയാണ് മമ്മൂട്ടി എന്ന നടൻ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് കുറെ നാളായിട്ട് മിസ്സിംഗ് ആണ്. I think I know who is back. ഓ, നമ്മുടെ ഗോഡ് ഫാദർ വരുന്നുണ്ടോ പടം? അല്ല, കഴിഞ്ഞത്. പിന്നെ ടർബോ, ഭീഷ്മ. ഭീഷ്മയ്ക്കത്തൊക്കെ വിഷയം മമ്മൂക്കയാണോ അതിനകത്ത്? ലോകക്കകത്ത് ആണോ? ആന്ന്. ലിൻഡോ കുര്യൻ അതറിയത്തില്ലേ? ലോകക്കകത്ത് വന്നില്ലേ, മൂപ്പര് പറയും എന്ന് പറഞ്ഞില്ലേ, മമ്മൂക്ക. ആ കൈ കണ്ടിട്ട് തന്നെ ആൾക്കാർ പറഞ്ഞു, മമ്മൂക്ക ഫാൻസ് കൈ കണ്ട ഉടനെ പറഞ്ഞു അത് മമ്മൂക്കയാണ്. പക്ഷെ ലോകയുടെ ഇൻട്രോ ലൈക്ക് സ്റ്റാർട്ടിങ് എഴുതി കാണിക്കുന്ന സമയത്ത് അതിനകത്തൊരു AI ഇമേജസ് പോലത്തെ ഒന്നും കാണിക്കത്തില്ലേ? അതിനകത്തൊരു ഇമേജ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും മമ്മൂക്ക ഒരു പർട്ടിക്കുലർ. ഒരു വൂൾഫിന്റെ കൂടെ നിൽക്കുന്നത് ദുൽഖർ. പെരിയാളെന്ന് പറയില്ലേ, പെരിയോൻ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ്. പെരിയോനാണോ? അല്ല,
അതിനകത്ത് 2-3 ഷോർട്സിനകത്ത് നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ദുൽഖറിന്റെ കുറെ ഫേസ് കൊടുത്തിട്ടുണ്ട് ആസ് ഫൈറ്റിംഗ്. മേ ബി ദുൽഖർ ചെറുപ്പത്തില് നമുക്ക് എന്നുള്ള രീതിയിൽ കാണിക്കുന്നതായിരിക്കാം. കാരണം ദുൽഖർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഇതിന്റെ നമ്മൾ ടോപ്പിക്കിന്ന് വിട്ടുപോകാം. എന്ന് വെച്ചാൽ ആ ലോയ്ക്കകത്ത് ഈ എല്ലാ സൂപ്പർ പവേഴ്സ് ഉള്ള ആൾക്കാരെയും കൺട്രോൾ ചെയ്യുന്നത് മൂത്തോൻ ആ ഒരാളാണ്. ഓക്കെ, അയാളുടെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ് ബാക്കി എല്ലാവരും. ബട്ട് ദുൽഖർ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഈ ഗ്രൂപ്പിലേക്ക് വരുന്ന ആള്. വൈ? ബിക്കോസ് അവർ വൂൾഫിന്റെ കൂടെ അമ്പൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ആനിമേഷൻ കാണിക്കുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മളെന്തായാലും ലാഗ് അടിപ്പിക്കുന്നില്ല. ഒരെണ്ണം കൂടെ ഉണ്ട് ലിൻഡോ കുര്യൻ്റെ. ബട്ട് ദിസ് വൺ കെയിം 4 years ബാക്ക്. ഇതിപ്പോൾ റീസെൻ്റ്ലി വന്നതല്ലേ നമ്മളിപ്പോൾ കണ്ടത്? അതെ, ഇതിപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരുപാട് ലിൻഡോ കുര്യൻ്റെ ഒരുപാടുണ്ട്. 4 years ബാക്ക്, 5 years ബാക്ക്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. 4 yearsന് തന്നെ പോകാം. 1.2 million വ്യൂസ്. നമുക്കിതും കൂടെ കാണാം അല്ലേ? ഇതുകൂടെ കാണാം. അത് മറ്റേ പെട്ടെന്ന് തീർന്നു 3 minutes അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാണ് അല്ലേ? ലിൻഡോ കുര്യൻ്റെ എഡിറ്റ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ബൈ ദ വേ, ഇറ്റ്സ് റിയലി നൈസ്. ഇത് തന്നെ നോക്കട്ടെ. ഓക്കെ, 3, 2, 1 and go. വർഷങ്ങൾക്ക് മുൻപ് ചെമ്പിൽ ഒരു അനുഗ്രഹീത കുടുംബത്തിൽ ഒരു സുന്ദരക്കുട്ടൻ ജന്മമെടുക്കുന്നു. ചെമ്പിൽ തന്നെ പഠിച്ച് വളർന്ന് മിടുക്കനായി വരുന്നു. ലോ കോളേജ് എറണാകുളത്ത് പഠിക്കുന്നു. മലയാള സിനിമാ രംഗത്തേക്ക് കാല് വയ്ക്കുന്നു. ഇതാണോ ഫസ്റ്റ് ഡയലോഗ്? 1973 ഫസ്റ്റ് ക്രെഡിറ്റ് റോൾ. മേജർ ബ്രേക്ക് സോളോ ഹീറോ. അവിടെ മുതൽ പിന്നീടെല്ലാം ഹിസ്റ്ററിയാണ്. ഓ, ഇത് മറ്റേ പേപ്പറല്ലേ പറഞ്ഞേ? ക്യാപ്റ്റന്റെ വീട്ടിൽ നിന്ന് TV കാണുമ്പോൾ പെട്ടെന്ന് സ്ക്രീനിൽ മമ്മൂട്ടിയുടെ മുഖം തെളിഞ്ഞു. അപ്പൊ എന്റെ മടിയിൽ എന്റെ പേരക്കുട്ടിയാണ്, അവന് 4 വയസ്സേ ഉള്ളൂ. അവൻ പെട്ടെന്ന് കൈയടിച്ചു. അവന്റെയും ഹീറോ ശ്രീ മമ്മൂട്ടിയാണ്. പ്രവാചകന്റെ സ്വരത്തിൽ മേള സംവിധാനം ചെയ്ത KG ജോർജ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് ഇയാൾ ഈ മരണക്കിണർ ഓടിക്കുന്ന സർക്കസ്കാരനായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇയാൾ ഇവിടെ കൊണ്ട് നിൽക്കാനുള്ളവനല്ല എന്ന്. 50 glorious years in cinema. അപ്പോൾ മമ്മൂക്കയും 50 years ആയി. മമ്മൂക്ക 4 കൊല്ലം മുമ്പ് 50 years ആയി. രജനി സാർ റീസെന്റ് ആണ് 50 years കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അഡ്രസ് ചെയ്യുന്നതിന്റെ എന്തുകൊണ്ടാണ്? മൂത്ത ചേട്ടനാണ് ലാലേട്ടൻ. മറ്റേത് പാട്രിയാർക്കാണ്, കുലപതിയാണ്. हम बोलते हैं हिंदी में मामूटी जिंदाबाद. 80s തന്നെ ഏറ്റവും സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാർ മമ്മൂക്കയാണ്. അത് ആ സിനിമ കണ്ടിട്ടില്ല. ഒരു മാറ്റവും ഇല്ല. സ്റ്റണ്ട് എല്ലാം മൂപ്പരല്ല ചെയ്യുന്നത്. അത് വിഷയം പോണോ? ഞാൻ മനുവാണ്. മനു മനുഷ്യ, ഞാൻ മനുവാണെന്ന് പറഞ്ഞില്ലേ? ഐ ആം എ സയന്റിസ്റ്റ്. ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്ന്. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ജീവിതത്തിൽ സ്നേഹിക്കാനാണ്. അതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. ഒരു പേരില്ല എന്നുള്ളത് തന്നെ നമ്മുടെ പ്രശ്നം. വേദനിക്കുന്ന കോടീശ്വരൻ, അതാണ് ഒരു പ്രത്യേക ജീവിതമല്ലേ? എങ്ങനെയുണ്ട്? ഇതിനും വലുത് എന്തോ വരായിരുന്നതാ. കർത്താവ് തുണച്ചു. വെറുതെ പറയണമെന്ന് ആയിരിക്കും. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടൻ. Aliens, extraterrestrial, close encounters of the third kind. വളർത്തുമെത്തി മര്യാദക്ക് വളർത്തിക്കൂടെ? പട്ടിയാണെങ്കിലും എന്നെ നിലം തൊഴിച്ചിട്ടില്ലെന്നേ. ആദ്യകാലത്ത് മുംബൈയിലെ ജൂഹു ബീച്ചിലും ഇതുപോലെ നായശല്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ വിഷയങ്ങളിൽ എനിക്കും ലേശം ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുള്ളേ. ഒന്നും അറിയാൻ പാടാത്ത പോലെ. സാറിന് പൊതുവെ പെണ്ണുങ്ങളോട് അകൽച്ച ഉണ്ടല്ലോ. പിന്നെ ഞാൻ ടെസ്റ്റ് ട്യൂബ് ശിശുവല്ലേ. ഇവനെ ഇപ്പൊ എന്റെ വീടിന്റെ വാതിൽ ഓടിച്ചു കളയാനാണ് എന്റെ പ്രധാന പണി. തനിക്ക് കോൺഗ്രസ് ആണ്. തേങ്ങ കൊലയാണ്.
70ാം പിറന്നാൾ. അതെന്റെ വ്യായാമത്തിന്റെ ഗുണമാണ്. എക്സസൈസ് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. ഓക്കെ, ശരിയാണ്, നിർത്തട്ടെ. താങ്ക് യു സിസ്റ്റർ. മമ്മൂട്ടിയുടെ ഒരു ശൈലിയുണ്ട്, സ്നേഹവും അനുരാഗവും ഒക്കെ കാണിക്കുന്നത്. അതിനകത്തൊരു അല്പം സിംഹത്തിന്റെ സ്വഭാവമുണ്ട്. ആ സിംഹ സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രൗഢി വിടത്തില്ല. നരസിംഹം നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതമാണോ? മറ്റൊന്നും വേണ്ട, എന്തെങ്കിലും ഒരിക്കൽ ഇഷ്ടമാണെന്നൊരു വാക്ക്. காதல் ரெண்டு மனசு சம்மந்தப்பட்டதுன்னு சொல்றாங்க. நான் பார்த்தா பிடிச்சிருக்கீங்களே. இந்த பச்சைக்கண் தேவதையை கொடுக்குறேன். ദൂരത്ത് നിന്ന് നീ പാട്ട് ഭയങ്കര ഇമോഷണൽ സിറ്റുവേഷൻ. നല്ല എടുത്തല്ലേ അവിടെ പോയടാ. വെണ്ണിലാ ചന്ദനക്കിണ്ണം മുങ്ങി 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 പോയി. ഇപ്പൊ നീ എന്റെ ആരെല്ലാമോ. നിനക്കങ്ങനെ അല്ലെങ്കിലും മമ്മൂക്കയുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും. നമുക്കിവനെ അങ്ങ് തിരികെ കൊണ്ടുപോയാൽ ഞാൻ വളർത്തിക്കോളാം. அவருடைய தனியாவர்த்தனத்தின் ரசிகன் அந்த சினிமாவை இன்னைக்கு பார்த்தாலும் நான் எழுதுவேன். നാട്ടിലേക്ക് പോണ വഴി ഇറങ്ങട്ടെ. ആര് പറഞ്ഞാലും നീ മാത്രം പറയരുത്, ഒരിക്കലും പറയരുത് ഗോപ. ഞാൻ എന്റെ മോനെ സ്നേഹിച്ചിട്ടില്ല. ഒരു സാധു താങ്ക മാട്ടേങ്ക. ഇത് എന്നാണ് തെരിയാ താങ്ക മാട്ടേങ്ക. അവരെന്റെ സ്വന്തമാണ്. മമ്മൂട്ടി ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇത് ചെയ്യാൻ മമ്മൂട്ടി അല്ലാണ്ടായിരുന്നു തോന്നിട്ടു. സമാധാനിപ്പിക്കാനാ കരയാണെന്ന് പറയും, സമാധാനിപ്പിക്കാൻ. ചോദിക്കാറുണ്ട് ചിലരുടെ ഇന്റർവ്യൂ, മമ്മൂട്ടി ഉദ്ദേശിച്ചിട്ടാണോ അത് എഴുതിയത്? അല്ല, പക്ഷെ എഴുതി കഴിയുമ്പോൾ തോന്നും ഇത് നമുക്ക് ഇവിടെ കൊള്ളാമെന്ന്. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? രൗദ്രം എന്നീ രസങ്ങളെ വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിഹാസ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാൻ സാധിക്കൂ. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ശ്രീ മമ്മൂട്ടി അല്ലാതെ മറ്റൊരു വ്യക്തിയില്ല. ഡയലോഗ് ഡെലിവറി വിഷയം പവർഫുൾ ആണ്. പവർഫുൾ ഡയലോഗ് ഡെലിവറി. ഈ മണ്ണ് ചോരോട് നടച്ചെടുത്തപ്പെട്ടി മക്കളെയാണ്. ഈ മണ്ണിന്റെ അവകാശികൾ ആരെന്ന് ഇവിടെ എന്റെ ചോര കൊണ്ട് കുറിച്ചത്. ശബ്ദത്തിലെ ആരോഹണ അവരോഹണങ്ങളിലൂടെ ഒരു മാസ്മര പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ശബ്ദത്തിന്റെ ഉടമസ്ഥൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ശങ്കർ ചന്ദ്രു കുടിച്ചും കളിച്ചും കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യയോട് അമ്മയെ വിലക്ക് വാങ്ങിക്കായിരുന്നു. ചേട്ടത്തിനും പറഞ്ഞ നിന്റെ ചാങ്കിളി ഞാൻ പുറത്തു വരും. പകരത്തിന് പകരം മാത്രം ചെയ്ത് പക തീർക്കാൻ മന്നാടിയർ നിന്നെ പോലെ നാലാന്തരം ക്രിമിനൽ അല്ല. ഒരെല്ല് കൂടുതലാണ് എനിക്ക്. ഇതുകൊണ്ട് നീണ്ടു നിവർന്നൊന്ന് പൊട്ടിത്തന്നാലുണ്ടല്ലോ, ഈ കണ്ണും മൂക്കും പല്ലും ഒക്കെ പിന്നെ വേർതിരിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. മനസ്സിലായോ? ഇനി ഒരു അക്ഷരം വേണ്ടി ചവിട്ടി കൊണ്ടം മുട്ടിക്കുന്നു. അവനൊരു അടികാരൻ. അതാണ് നമ്മളെ പുണ്യാളൻ. പുണ്യാളൻ അറിയാത്ത ഭാഷ ഉണ്ടോ? It's within my power to refuse to live under this humiliating condition. ಜಾಸ್ತಿ ಮಾತಾಡಬೇಡ ಮಗ. నా సమక్షంలోనే వేదనాదాన్ని అవహేళన చేస్తారు. పాతీங்களா ఎన్ తలపతియ పాతీங்களా? കാത്തിരി പിടിക്കുന്ന കൈ ഞാൻ ചവിട്ടി പൊട്ടിച്ചാണ്. അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പ. അതൊന്നും പക്ഷെ ഇവൻ അറിയില്ല. ഈ ഇട്ടിക്കണ്ട സാധാരണ തമിഴൻ അവൻ ആസ്വദിക്കാൻ പറ്റുന്ന ഡെന്നിസ് ജോസഫ് ഇത് ഡയറക്ടർ അല്ലേ? അല്ലെങ്കിൽ ചില സെക്സ് പടം. മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോ മറ്റു നാടുകളിലോ വൃത്തികെട്ട പടങ്ങൾ എന്നായിരുന്നു അതിന്റെ അർത്ഥം. പക്ഷെ അതൊന്ന് എല്ലാരും തിരിഞ്ഞു നോക്കത്തക്ക വിധം മമ്മൂക്കയുടെ നിറക്കൂട്, ന്യൂഡൽഹി ഈ പടങ്ങളൊക്കെ വന്നപ്പോൾ ആളുകളെല്ലാം മലയാള സിനിമയെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്. ഒരു വർഷം അടുപ്പിച്ചു. സീസറിനുള്ളത് സീസറിന് തന്നെ അത് വരും. അത് സാറിന് എങ്ങനെ പഠിക്കാൻ കഴിയും? വിധിയല്ലേ സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞ് ആടിമൂടി അറിയാതൊന്ന് പറയും. ഇറ്റ്സ് എ ഫാക്ട്. இங்கே இத்தனை ஆக்டர்ஸ் இருக்கும்போது வை மம்முட்டி சார்? இத்தனை ஆக்டர்ஸ் இருக்கும்போது அப்படின்னா அந்த படம் பார்க்குறப்ப தெரியும். எனக்கு தெரிஞ்சு இந்தியாவில் யாராவது அந்த கதாபாத்திரம் நடிக்க முடியும்னா மம்முட்டி சார் மட்டும் தான் நடிக்க முடியும். കുറേ റോൾസ് ചെയ്തിട്ടുണ്ടല്ലേ, കുറേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്.
பெர்சோனையை மாற்றி பிரதிஷ்ഠிக்காനുള്ള കഴിവ്. ஆக்டிங்னா என்னங்கிறது என்னுடைய தீவியை அப்படி அசைச்சு பார்த்து ஒரு நடிகர். இது வந்து யாருமே நடிக்க முடியாது, இவர் மட்டும் தான் நடிக்க முடியுன்ற மாதிரி இருந்தது. ഒരു വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമ എന്നെ വിളിച്ചാൽ ഞാൻ ഒരിക്കലും അഭിനയിക്കില്ല. മലയാള സിനിമയിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടർ മമ്മൂട്ടിയാണ്. ഈ പടം ഭയങ്കര ഇമോഷണൽ. Mammootty is maturing with age, improving with every film to be instinctive. It would be wonderful for any actor. 400+ movies in 6 languages, 7 state film awards, 13 Filmfare Awards, 3 National Awards for Best Actor, Padma Shri and Double Doctorate. മലയാള മണ്ണിന്റെ സമ്പത്താണ്. കണ്ണൊക്കെ ഇങ്ങനെ അടച്ചു പിടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ അല്ലേ? ഒരു കണ്ണിങ്ങനെ അടച്ചു പിടിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിൽ സ്വാധീനം ചെലുത്തിയ ഏക നടനും മമ്മൂട്ടിയാണ്. എപ്പോഴും ഉദാഹരിക്കാം, പക്ഷെ മമ്മൂട്ടിക്ക് ഉദാഹരിക്കാൻ ആരുമില്ല. മമ്മൂട്ടി മമ്മൂട്ടി തന്നെയാണ്. You're my hero. ലിൻഡോ കുര്യൻ. എഡിറ്റിംഗ് കേട്ടോ ലിൻഡോ കുര്യൻ. എങ്ങനെ നമ്മളങ്ങനെ എഡിറ്റ് ആ ഒരു ചെയ്തത് ഫ്ലോയിലും കൊണ്ടുപോകും. കൊണ്ടുപോകാം. ഞാൻ ഒരു ആദ്യത്തെ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് അതിൽ തന്നെ ഇരിക്കുക, പിന്നെ ഒന്നും പറയാനില്ല. ഇതിനകത്ത് കുറെ പടങ്ങൾ ഞാൻ ഇനി അതാ ഞാൻ പറഞ്ഞേ, ഈ ഒരു എഡിറ്റ് കുറച്ചുകൂടെ ലെങ്തി എഡിറ്റ് അല്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉണ്ട്. മറ്റേതിനകത്ത് കുറച്ചുകൂടെ റീസെന്റ് ടൈംസിലുള്ള സംഭവങ്ങളാണല്ലേ. കുറേ ഉണ്ട്. 5 years മുമ്പ് ഇറങ്ങിയത് ഓർമ്മയുണ്ട്. റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ, ബട്ട് നമ്മൾ ലാഗ് ആക്കുന്നില്ല. അതിന് ഒരുപാട് ഇതായിട്ടുണ്ടാവും. ഓൾറെഡി ഒരുപാട് ഈ വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഗോ ചെക്ക് ഔട്ട്. സോ യു ഗൈസ് ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഔട്ട് അല്ലേ? യെസ്. സോ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക സർ. നമുക്ക് വേറൊരു കാര്യം പറയാണ്ടായിരുന്നല്ലോ. എന്താണ്? അടുത്ത വീഡിയോയിൽ പറയാല്ലേ? വേറൊരു സംഭവം ഉണ്ട്, അത് നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And let us know what to react on the next. എല്ലാം പോയി കിടക്കുക, വായൊക്കെ പോയി കിടക്കും. അടുത്തത് എന്ത് റിയാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറയുക. ഓക്കെ, സോ അടുത്ത വീഡിയോ വരാം. വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ ബൈ.